ജൂൺ 2 തിരുഹൃദയമാസം. കവിത രണ്ടാം ഭാഗം. പാപികൾ പാപപ്പോറുതി ലഭിക്കുവിൻ, പശ്ചാത്താപിക്കാനും പ്രാർത്ഥിക്കുവിൻ. പകമാറ്റി പ്രതികാര ചുവമാറ്റി പഴയ കാലം പോലെ മേവിടാനും, പുനരൈക്യ ഫലമായി പുതിയൊരു കൂട്ടായ്മ പാത തുറക്കാനും ദാഹിക്കുക. വൻപു പറയലും ഡംബു കാണിക്കലും സമ്പന്നരാണെന്ന തള്ളിച്ചയും, സ്വാർത്ഥവും വ്യർത്ഥമാം സംഭാഷണങ്ങളും മിഥ്യാഭിമാനവും ക്രോധശീലം, കുഴിമാടി പഴിമോഴി പകവച്ച ഭാഷണം, കോഴകൾ വാങ്ങുന്ന ദുശ്ശീലവും, ഞാരറ്റ് പോകാനും പുതിയൊരു ജീവിതം വേരുറപ്പിക്കാനും യത്നിക്കുക. ജഡികമോഹങ്ങളെ നിഹനിച്ച് ജിതേന്ദ്രിയത്വത്തെ പുണരുവാനും, ബലിബോധദീപ്തിയിൽ കലികാല ശക്തിയെ വിശ്വാസചിത്തരായി നേരിടാനും, സ്വയം മറന്നെന്നും നെടുനിശ്വാസത്തിൽ സ്വർഗോന്മുഖരായി പ്രാർത്ഥിക്കുവിൻ. പാപികളെല്ലാരും അനുതാപ ചിത്തരായി പരമാപിതാവിൻ്റെ പാദധാര. പാപികളെല്ലാരും അനുതാപ ചിത്തരായി പരമാപിതാവിൻ്റെ പദധാരത്തിൽ, പരമാർത്ഥ താഴ്മയിൽ കണ്ണീർ പൊഴിക്കാനും പരലോകം നേടാനും പ്രാർത്ഥിക്കുവിൻ. വരവർഷശക്തിയ പാപവിമോചനം കരുണാർദ്ദനായ ഞാൻ നൽകിടുവാൻ, കരളുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കൂ മക്കളെ, കരതലങ്ങൾ പൊക്കി യാചിക്കുവിൻ. ആത്മാർത്ഥ സ്നേഹിതർക്കായി അപങ്കൂരം അർപ്പിക്കൂ പ്രാർത്ഥന ദൈനംദിനം. എന്മാത്രമലസരും സ്വാർത്ഥരുമാണെന്ന് എന്നോടെ മുമ്പാകെ ഏറ്റുചൊല്ലി, പാപപ്പോറുതിയിൽ പ്രത്യാശ വെച്ചവർ, പശ്ചാത്താപിച്ചവർ, പ്രാർത്ഥിച്ചവർ, കൂടുതൽ പാപങ്ങൾ ചെയ്തവരോർക്കുക. ഇന്നീതാ നുകരുന്ന മോക്ഷഭാഗ്യം, ദേഹസുഖത്തിനും ബുദ്ധിശക്തിക്കുമായി ദഹിച്ചപേക്ഷിക്കൂ ശരണപൂർവം. മനസ്സിൻ്റെ ശാന്തിക്കും ഓർമ്മശക്തിക്കുമായി മറവി ബാധിക്കാതെ യാചിക്കുക. നന്മ ചെയ്യാനുള്ള പരിപാടി പലതരം നല്ല പോൽ ചിന്തിച്ചും ചർച്ച ചെയ്തും ആസൂത്രണം ചെയ്തു അഖിലഭൂമി എൻ്റെ
അനുഗ്രഹം കിട്ടുവാൻ അർപ്പിക്കുവിൻ. അതിലെല്ലാം ഉപരിയായി അനുസൃതം പ്രാർത്ഥിക്കൂ. ആത്മാവ് നിർവൃതി പ്രാപിക്കുവാൻ ആഗോള മാനവ മോചനദാഹത്താൽ ആസൂത്രണം ചെയ്യൂ പരിപാടികൾ. മാമാക ഹൃദയത്തിൽ മാധുര്യനുകരാത്ത മർത്യരെ സത്യപദത്തിലേക്ക് ആനയിക്കാനുള്ള നൂതന മാർഗങ്ങൾ ആവിഷ്കരിക്കുവിൻ ബുദ്ധിപൂർവം. വിജയം വരിക്കുവാൻ ഒരുപാട് വിഷമവിഷാദങ്ങൾ നേരിടുമ്പോൾ വിശ്വാസദാർഢ്യം കുറയ്ക്കാതെ മുന്നേറൂ. വീരയോദ്ധാക്കളായി ധീരധീരം ആയിരിക്കട്ടെ അമൂല്യ പരിപാടി. ആഗോള ജനസ്നേഹ പരിസേവനം അടിസ്ഥാനമറ്റ ഭയങ്ങൾ പലതരം അടിമൂടി വിറയൽ രചിച്ചിടുമ്പോൾ അതിരറ്റ കാരുണ്യനിധിയൻ ഹൃദയത്തിൽ അഭയം പ്രാപിക്കുവാൻ ശീലിക്കുവിൻ. മുമ്പത്തെ സ്നേഹികധനിനിൻ തെരിപൂവായി മുൾക്കിരീടം ദുഷ്ടൻ വെച്ചിടുമ്പോൾ എന്നെ സമീപിച്ചു പ്രാർത്ഥിക്കൂ ശത്രുവിൻ ഭിന്നിപ്പു സ്നേഹമായി മാറിയിടുവാൻ. ഒരു ഗവൺമെൻറ് ഓഫീസ് സൂപ്രണ്ട് തൻ്റെ മകനെ ഒരു നല്ല ബോർഡിംഗ് സ്കൂളിലാക്കി. നല്ല സ്വഭാവ രൂപീകരണത്തിനും നല്ല പഠനത്തിനും അത് കൂടുതൽ സഹായകരമാണെന്ന് കരുതിയാണ് ആ പിതാവ് അങ്ങനെ ചെയ്തത്. പഠിക്കുവാൻ അവൻ സമർത്ഥനായിരുന്നു. അതിനാൽ അധ്യാപകർക്ക് അവനെ ഇഷ്ടമായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് അവനെക്കുറിച്ച് ഒരു പരാതി. അവൻ പല കുട്ടികളുടെയും പെൻസിൽ മോഷ്ടിച്ചു എന്നാണ് പരാതി. അധ്യാപകർ അത് അന്വേഷിക്കുകയും അവൻ കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനാൽ അവർ അവൻ്റെ പിതാവിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. അധ്യാപകർ പിതാവിൻ്റെ സന്നിധിയിൽ അവനെ വരുത്തി പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പിതാവ് കുപിതനായി മകനോട് ചോദിച്ചു, നീ എന്തിനാടാ കുട്ടികളുടെ പെൻസിൽ മോഷ്ടിക്കുന്നത്? നിനക്ക് വേണ്ടതിലധികം പെൻസിൽ ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടില്ലേ? പിതാവിൻ്റെ ചോദ്യം കേട്ട അധ്യാപകർ സ്തംഭിച്ചുപോയി. ഇവിടെ ആരാണ് വലിയ മോഷ്ടാവ്? മകനെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? പണ്ടൊരിക്കൽ മകൻ ബീഡി വലിച്ചപ്പോൾ അവനെ ശിക്ഷിക്കുന്നത് ഒരു പിതാവിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇനി നീ ബീഡി വലിക്കുമാടാ എന്ന് ചോദിച്ചുകൊണ്ട് മകനെ ശിക്ഷിക്കുകയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ പുകയുന്ന ബീഡി ഇരിപ്പുണ്ട്. പൊതുസാധനങ്ങൾ അപഹരിക്കുന്നത് ഒരു കുറ്റമായി പലരും കാണാറില്ല. ഓഫീസിലെ പെൻസിൽ സ്വന്തം ഉപയോഗത്തിനായി കൊണ്ടുവരുന്നത് ഒരു മോഷണമോ തെറ്റോ അല്ല എന്ന് അവർ കരുതുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ പൊതുമുതൽ എത്രയധികം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യത്തിനായി ഓഫീസ് കാറുകൾ ഉപയോഗിക്കുന്നതും കീഴ് ജീവനക്കാരെ കൊണ്ട് വീടിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതും പൊതുസ്വത്തുക്കൾ സ്വന്തം പേരിലാക്കുന്നതുമെല്ലാം നാം കണ്ടിട്ടുള്ളതല്ലേ. അവരെ കുറ്റപ്പെടുത്തുന്നവരും അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഇപ്രകാരം പ്രവർത്തിച്ചു എന്ന് വരാം. ഇപ്രകാരം അനേകം തെറ്റുകളും ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ കുറ്റമല്ല. എന്നാൽ മക്കളുടെ നടപടികൾ കുറ്റമായി കണക്കാക്കുകയും ചെയ്യും. എന്ത് സന്ദേശമാണ് ഇവിടെ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്നത്? മക്കൾ നല്ലവരായിരിക്കണം എന്നാണ് മിക്ക മാതാപിതാക്കളുടെയും ആഗ്രഹം.
എന്നാൽ സ്വന്തം നടപടികളെക്കുറിച്ച് മിക്കപ്പോഴും ശ്രദ്ധിക്കാറില്ല. ആകയാൽ തലമുറയുടെ മുൻപിൽ നല്ല മാതൃകയുള്ളവരായി തീരുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സജ്ജമാക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം, വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും. കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമ്യ 31:15-17. നീതിപീഠത്തിൽ ദീർഘകാലത്തെ പരിചയസമ്പത്തുള്ള മാന്യനായ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഡയസിൽ ആകർഷകമായ സ്വർണപ്പിടികളുള്ള ഒരു മേശമണി ഉണ്ടായിരുന്നു. വിദേശത്തുള്ള തന്റെ മകൻ തന്റെ ആദ്യ ശമ്പളം കൊണ്ട് വാങ്ങി സമ്മാനിച്ചതായിരുന്നു അത്. കോടതി മുറിയിലെ ശബ്ദകോലാഹലങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹം ഇത് ഉപയോഗിക്കുമ്പോൾ സഹപ്രവർത്തകരോട് പറയുമായിരുന്നു, ഈ മണി പണ്ടേ നിശബ്ദമായതാണ്. കേൾക്കുന്നവർക്കെല്ലാം ഇത് ഒരു അത്ഭുതമായിരുന്നു. കാരണം ആ മണി മുഴങ്ങുമ്പോഴെല്ലാം മനോഹരമായ ശബ്ദമാണ് പുറത്തു വന്നിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ മണി പണ്ടേ നിശബ്ദമായതാണ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലായില്ല. ഒരു ദിവസം കോടതി മുറിയിലെ കേസ് ഫയലുകൾ മാറ്റിവെക്കുന്നതിനിടയിൽ കോർട്ട് ക്ലർക്കിന്റെ കൈതട്ടി ആ മണി മേശപ്പുറത്തു നിന്നും താഴെ വീണു. മാർബിൾ തറയിൽ വീണ ആ മണി കഷ്ണങ്ങളായി ചിതറിപ്പോയി. ന്യായാധിപന് ഏറ്റവും പ്രിയപ്പെട്ടതായതിനാൽ കോടതി മുറിയിൽ ഭയാനകമായ നിശബ്ദത പരന്നു. ക്ലർക്ക് ഭയന്ന് വിറച്ചുപോയി. എന്നാൽ ന്യായാധിപൻ വളരെ ശാന്തമായി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ കഷ്ണങ്ങളെ നോക്കി മന്ദസ്മിതത്തോടെ പറഞ്ഞു, ഞാൻ മുമ്പേ പറയാറില്ലേ ഈ മണി നിശബ്ദമായതാണെന്ന്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അധികാരങ്ങളും പദവികളും മനുഷ്യരും വസ്തുക്കളുമെല്ലാം ഒരിക്കൽ നമ്മെ വിട്ടു പിരിഞ്ഞു പോകും. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നതെല്ലാം ഒരു ദിവസം പറന്നു പോകും. എല്ലാ ഇഷ്ടങ്ങൾക്കും അധികാരങ്ങൾക്കും ഒരു കാലാവധിയുണ്ട്. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ആഗ്രഹിച്ച പദവികൾ പലതും പിൽക്കാലത്ത് നമുക്ക് വെറും കടമകൾ മാത്രമായി മാറിയിട്ടുണ്ടാകും. യൗവനത്തിൽ നമ്മൾ പിടിച്ചടക്കാൻ നോക്കിയ പലതും പ്രായമാകുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ഒരിക്കൽ നമ്മൾ വിട്ടുവീഴ്ചയില്ലെന്ന് കരുതിയ പല നിലപാടുകളും ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ നിറഞ്ഞ മനസ്സോടെ മാറ്റി എഴുതിയെന്നും വരും. ഈ ലോകത്ത് ഒന്നും എക്കാലവും ഒരുപോലെ നിലനിർത്താൻ ആർക്കും കഴിയില്ല. എല്ലാം ഒരിക്കൽ നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യ ബോധമുണ്ടെങ്കിൽ ചില ഗുണങ്ങളുണ്ട്. ഒന്നിനോടും അമിത ആസക്തി ഉണ്ടാകില്ല. ഒരു കസേരയോടും പദവിയോടും നമുക്ക് അന്ധമായ വലിഞ്ഞുമുറുക്കൽ ഉണ്ടാകില്ല. നാളെ ഈ പദവികൾ ഒഴിയേണ്ടതാണെന്ന ബോധം നമ്മെ വിനയമുള്ളവരാക്കും. ഒരു പരാജയമോ വേർപാടോ ഉണ്ടാകുമ്പോൾ നമ്മൾ തളരില്ല. പകരം ആ നഷ്ടത്തെ നമ്മൾ അംഗീകരിക്കാൻ ശ്രമിക്കും. പഴയ നഷ്ടങ്ങളുടെ ചങ്ങലപ്പൂട്ടിൽ കെട്ടിക്കിടക്കാതെ പുതിയത് കെട്ടിപ്പടുക്കാൻ നമ്മൾ തയ്യാറാകും. ഒരിക്കലും കൈവിട്ടു പോകരുത് എന്ന ചിന്തയുണ്ടായാൽ അത് നമ്മളെ ആ പദവിയുടെയോ ബന്ധങ്ങളുടെയോ അടിമകളാക്കി മാറ്റും. ന്യായാധിപന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കോടതി മുറിയിൽ ഉണ്ടായിരുന്നവർക്ക് നിയമപുസ്തകങ്ങളിൽ ഇല്ലാത്ത വലിയൊരു ജ്ഞാനമാണ് ലഭിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക് യു. നീതിപീഠത്തിൽ ദീർഘകാലത്തെ പരിചയസമ്പത്ത്
ഒരു വിറക് വെട്ടുകാരന് വളരെ വിശേഷപ്പെട്ട ഒരു മഴു ഉണ്ടായിരുന്നു. ഒരിക്കലത് കാണാതെയായി. തൻ്റെ വീടും പരിസരവും മുഴുവൻ അയാൾ പരിശോധിച്ചു. പക്ഷേ മഴു കണ്ടു കിട്ടിയില്ല. അപ്പോൾ തൻ്റെ അയൽക്കാരൻ തൻ്റെ വീടിൻ്റെ മതിലിന് അപ്പുറത്ത് കൂടെ നടന്നു പോകുന്നതായി അയാൾ കണ്ടു. അയാൾ നടക്കുന്നത് കണ്ടപ്പോൾ വിറക് വെട്ടുകാരന് തോന്നി ഇയാളുടെ നടപ്പ് ഒരു കള്ളൻ്റെ നടപ്പാണല്ലോ എന്ന്. അയാൾ അയൽക്കാരനോ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ നോട്ടവും ഭാവവും എല്ലാം ഒരു കള്ളൻ്റേത് തന്നെ എന്ന് വിറക് വെട്ടുകാരൻ തീർച്ചപ്പെടുത്തി. പക്ഷേ അയാൾ അയൽക്കാരനോട് തൻ്റെ മഴുവിനെക്കുറിച്ച് ചോദിക്കുവാൻ ധൈര്യപ്പെട്ടില്ല. അങ്ങനെ ചില ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തൻ്റെ വീടിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന വൈക്കോൽ അയാൾ എടുത്ത് മാറ്റുമ്പോൾ അതാ തൻ്റെ മഴു അതിനിടയിൽ കിടക്കുന്നു. അപ്പോൾ തൻ്റെ അയൽക്കാരനെ സംശയിച്ചതിൽ അയാൾക്ക് വലിയ കുണ്ഠിതം തോന്നി. അയാൾ വീണ്ടും അയൽക്കാരനെ ശ്രദ്ധിച്ചു. അപ്പോൾ അയാളിൽ ഒരു സൗമ്യഭാവമല്ലാതെ ഒരു കള്ളലക്ഷണവും കാണുവാൻ കഴിഞ്ഞില്ല. അതിനാൽ വിറക് വെട്ടുകാരൻ മനസ്സിലാക്കി, തൻ്റെ ഹൃദയത്തിലെ ചിന്തകളാണ് അയൽക്കാരനെ ഒരു കള്ളനായി ചിന്തിക്കാൻ കാരണമായതെന്ന്. നമ്മുടെ ഹൃദയം വല്ലാത്ത ഒരു അവയവമാണ്. എന്തെല്ലാം ദുഷ്ടചിന്തകളാണ് ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മുടെ ഹൃദയവും മനസ്സും ആരെയും കള്ളനോ വഞ്ചകനോ ആക്കുവാനും ഏത് കള്ളനെയും നീതിമാനാക്കുവാനും കഴിവുള്ളതാണ്. നമ്മുടെ ചിന്ത എന്താണോ അതനുസരണം ആയിട്ടായിരിക്കും നാം മറ്റുള്ളവരെ കാണുന്നത്. നമ്മുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായിട്ടാണ് നാം കാണുന്നതും കേൾക്കുന്നതും. ആക്രമപ്രവർത്തകരെ രക്ഷാപ്രവർത്തകരായും രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവരെ കുറ്റക്കാരായും കാണുന്നത് മനസ്സിൻ്റെ ചിന്ത കാരണമാണ്. സ്വന്തം പ്രയത്നങ്ങളെ ശ്രേഷ്ഠമായി കാണുന്നവർക്ക് തങ്ങൾ എന്തെല്ലാം തിന്മ പ്രവൃത്തികൾ ചെയ്താലും അവയൊന്നും ഒരു കുറ്റമായി തോന്നുകയില്ല. ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ, ആ കരുണയാൽ നിറഞ്ഞിടട്ടെ എൻ ഹൃദയം. ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്.